ഇന്ന് നമുക്ക് നേരെ കൊടൈക്കനാലിലേക്ക് വിട്ടാലോ? അങ്ങനെ ആദ്യത്തെ ദിവസത്തെ പഴനി ദർശനമൊക്കെ കണ്ട് സുഖമായിട്ട് റൂമിൽ കിടന്നുറങ്ങി. രാവിലെ എണീറ്റ് ഞങ്ങൾ നേരെ നമ്മുടെ നാടൻ ചായക്കടയിലേക്ക് വിട്ടു. ഇന്നലെ രാത്രി ഭക്ഷണം കഴിച്ചില്ലേ? അവിടെ തന്നെ. ഞങ്ങൾ 4 ആൾ ഭക്ഷണം കഴിച്ചിട്ടും ആകെ 200 രൂപയായുള്ളൂ. ഇതാണ് നമ്മുടെ പഴനി ബസ് സ്റ്റാൻഡ്. അങ്ങനെ പഴനിയോട് യാത്രയൊക്കെ പറഞ്ഞ് ഞങ്ങൾ കൊടൈക്കനാൽ യാത്ര തുടർന്നു. ഇത് പഴനിമലയുടെ പുറകിലുള്ള ഏതോ ഒരു അമ്പലാട്ടോ. മുൻപിൽ പഴനിമലയും കാണാം. തമിഴ്നാട്ടിൽ ഇങ്ങനത്തെ ചെറു പട്ടണങ്ങളൊക്കെ വിട്ട് കഴിഞ്ഞാൽ യാത്രകളൊക്കെ ഭയങ്കര സുഖമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സ്മൂത്ത് ആയിട്ടുള്ള റോഡ് തന്നെയാണ്. പിന്നെ ഇങ്ങനെ പുളിമരങ്ങൾ തിങ്ങി നിൽക്കുന്ന റോഡിലൂടെയായി ഞങ്ങളുടെ യാത്ര. ഇപ്പം പുളികളൊക്കെ പിടിച്ചു തുടങ്ങുന്ന സീസൺ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ വണ്ടി നിർത്തിയിട്ട് കുറേ പച്ചപ്പുളിയൊക്കെ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കുതിരകളൊക്കെ റോഡ് സൈഡിൽ നിന്ന് സുഖമായിട്ട് മെയ്യുന്ന കണ്ടില്ലേ? എല്ലാവരുടെയും കഴുത്തിൽ മണിയൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഹൈ റേഞ്ച് കയറാൻ തുടങ്ങായി. അങ്ങനെ 2 ദിവസത്തെ ട്രിപ്പ് എന്ന് പറഞ്ഞ് ഞങ്ങൾ തുടങ്ങിയിട്ട് ഈ കൊടൈക്കനാലിലേക്കുള്ള യാത്ര അപ്രതീക്ഷിതമായിരുന്നു കേട്ടോ. ഇവിടെ നിന്ന് കഴിഞ്ഞാലും നമ്മുടെ പഴനിമല നന്നായി കാണാം. അപ്പം പറഞ്ഞു വന്നത് ഞങ്ങൾ ബുധനാഴ്ച പോയിട്ട് വ്യാഴാഴ്ച തിരിച്ചു വരണം എന്ന് വിചാരിച്ചിട്ടാണ് യാത്ര തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ, നമുക്ക് ഒരു ദിവസം കൂടി എക്സ്റ്റെൻഡ് ചെയ്തിട്ട് കൊടൈക്കനാൽ വരെ പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. എപ്പോഴും ഞാൻ ഒരു ദിവസത്തെ ഡ്രസ്സ് അധികം എടുക്കാറുള്ളത് കൊണ്ട് തന്നെ ഒരു ദിവസം എക്സ്റ്റെൻഡ് ചെയ്യുന്നതിനോട് എനിക്കും വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ മക്കൾക്കുള്ള സ്വെറ്ററൊക്കെ അവിടെ ചെന്നിട്ട് വാങ്ങി. അതുകൊണ്ട് തന്നെ ഓൺലൈനിൽ റൂമൊക്കെ നോക്കി വെച്ചിട്ട് ഞങ്ങൾ കൊടൈക്കനാലിലേക്ക് പോവാമെന്ന് വിചാരിച്ചത്. ഇതാണ് നമ്മുടെ സിൽവർ കാസ്കേഡ് ഫോൾസ് കേട്ടോ. പിന്നെ അതിരപ്പള്ളിയും ചാർപ്പ വെള്ളച്ചാട്ടമൊക്കെ എപ്പോഴും കാണുന്ന നമുക്ക് ഇതെന്ത് വെള്ളച്ചാട്ടം അല്ലേ. ഇനി കൊടൈക്കനാൽ വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.